യുഎസിനെതിരായ ആസൂത്രിത പ്രതിരോധ നടപടികൾ പിൻവലിച്ചില്ലെങ്കിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക തീരുവ ചുമത്തുമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങില്ലെന്ന് ചൈന. യുഎസിനെതിരെ ചുമത്തിയ 34% തീരുവ ചൈന പിൻവലിച്ചില്ലെങ്കിൽ വീണ്ടും അധികമായി 50% തീരുവ കൂടി ചുമത്തുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയത്. അമേരിക്ക ചൈന വ്യാപാര യുദ്ധം മുറുകുന്നു. ആഗോള വിപണി തകർന്നടിയുമ്പോഴും താരിഫ് യുദ്ധത്തിൽ ഉറച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈന പ്രഖ്യാപിച്ച പകരച്ചുങ്കം പിൻവലിച്ചില്ലെങ്കിൽ തീരുവ 50% കൂടി കൂട്ടുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഭീഷണി നടപ്പായാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ വരുന്നത് 104% തീരുവയായിരിക്കും. 2 ദിവസം മുമ്പാണ് യുഎസ് ഉൽപ്പന്നങ്ങൾക്ക് 34% നികുതി ചൈന പ്രഖ്യാപിച്ചത്. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 34% നികുതി യുഎസ് പ്രഖ്യാപിച്ചതിന് പകരമായാണ് ചൈന യുഎസിനെതിരെ പകരച്ചുങ്കം പ്രഖ്യാപിച്ചത്. ഇത് പ്രഖ്യാപിച്ച് 48 മണിക്കൂറിനകമാണ് ട്രംപിന്റെ തിരിച്ചടി. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് വഴിയാണ് ട്രംപ് ചൈനയ്ക്കെതിരായ നികുതി പ്രഖ്യാപിച്ചത്. യുഎസിനെതിരെ ചുമത്തിയ 34% നികുതി ചൈന പിൻവലിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം വീണ്ടും അധികമായി 50% നികുതി കൂടി ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. എല്ലാ രാജ്യങ്ങൾക്കും 10% അടിസ്ഥാന നികുതി ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ശക്തമായത്. യുഎസിനെതിരെ പകരച്ചുങ്കം ചുമത്താത്ത രാജ്യങ്ങളുമായി മാത്രമേ ഇനി വ്യാപാര ചർച്ചകൾ നടത്തുകയുള്ളൂവെന്നാണ് ട്രംപിന്റെ നിലപാട്. അതേസമയം പകരച്ചുങ്കമുണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ തന്നെ നേരിടാൻ തയ്യാറാണെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയിരുന്നു. വ്യാപാര യുദ്ധം ആർക്കും നേട്ടം നൽകില്ലെന്നും നികുതി ചുമത്തിയാൽ യുഎസിനെതിരെ പകരച്ചുങ്കമുണ്ടാകുമെന്നും ചൈനയും വ്യക്തമാക്കിയിരുന്നു. അതേസമയം യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കെതിരെ തീരുവ ചുമത്തിയതിനെ തുടർന്ന് യുഎസ് ഓഹരി വിപണികൾ തകർന്നടിഞ്ഞിരിക്കുകയാണ്. കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ് യുഎസ് വിപണികളിൽ ഉണ്ടായിരിക്കുന്നത്. ആപ്പിൾ, എൻവിഡിയ തുടങ്ങിയ പ്രധാന യുഎസ് ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു. ആപ്പിളിന്റെ ഓഹരികൾ 9% കൂടുതൽ നഷ്ടം നേരിട്ടു. ടെക്, റീറ്റെയിൽ ഓഹരികളെയാണ് ഇടിവ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ആഗോള എണ്ണവിലയിലും കനത്ത ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് വില 6% താഴ്ന്ന ബാരലിന് $65 സ്വർണ്ണവിലയിലും വലിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.